പണ്ടൊന്നും അങ്ങനെ ഒട്ടുമില്ലായിരുന്നു. പിന്നെ പിന്നെ കാലം പുരോഗമിച്ചപ്പോൾ പെണ്ണ് കാണാൻ ചടങ്ങിൻ്റെ കൂടെ ചെറുക്കനും പെണ്ണിനും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കട്ടെ എന്നായി. അപ്പം പറയുന്ന ഭംഗിവാക്കുകളല്ല, അതിനും അപ്പുറത്തെ കടുത്ത അനുഭവങ്ങൾ രണ്ടുപേരുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം. ഇതിലേതെങ്കിലും രൂപ തന്നു. അതിനെ ലോൺ അടച്ചു. അതുകൊണ്ട് ലോൺ അടച്ചു. ആദ്യത്തെ വിവാഹം അതോടുകൂടി അത് എല്ലാം കഴിഞ്ഞ് ക്ലിയർ ആയി. അതെല്ലാം ഞങ്ങൾ ഇവരുടെ അടുത്ത് പറയുകയും ചെയ്തു. കുട്ടി പോയതിന്റെ കാരണം വല്ലതും അറിയാവോ? ആദ്യത്തെ ഇല്ല, അറിയത്തില്ല. ആ 2 ആഴ്ച നിങ്ങളുമായിട്ട് സന്തോഷമായിട്ടാണോ താമസിച്ചത്? സന്തോഷമായിട്ടെന്ന് പറഞ്ഞാൽ അന്ന് കല്യാണത്തിന്റെ അന്ന് തന്നെ, കല്യാണം കഴിഞ്ഞ് വന്നതിന്റെ അന്ന് മുതലേ തന്നെ ചെറിയൊരു വിഷയമൊക്കെ ഉണ്ടായി. അവൾക്ക് ഈ സംബന്ധത്തോട് ഇഷ്ടമില്ലായിരുന്നു. ഓ, വീട്ടുകാരുടെ നിർബന്ധത്താൽ ഈ സംബന്ധത്തിന് സമ്മതിച്ചതാണ്. 2 ആഴ്ച കൊണ്ട് നിങ്ങൾ ഭാര്യയും ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് അടുപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഇത് പെണ്ണ് കണ്ട് ആലോചിച്ച് ചെയ്താണോ? ഹെപ്സിബിയായിട്ട് ആലോചിച്ചാ ചെയ്ത്. അപ്പം അവർക്കും സമ്മതം, നിങ്ങൾക്കും സമ്മതം അങ്ങനെയായിരുന്നു. ഇത് ബ്രോക്കർ വഴി വന്നതാണോ അതോ ബ്രോക്കർ കൊണ്ടുവന്നതാണ്? അപ്പം രണ്ടുപേരും സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിച്ച് നടത്തിയതാ. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞ് നല്ല സന്തോഷമായിട്ട് തന്നെയാണ് ജീവിതം തുടങ്ങി. പിന്നെ എവിടുന്നാ പ്രശ്നം തുടങ്ങുന്നത്? പ്രശ്നം അന്ന് രാത്രി തന്നെ വളരെ അറിയാൻ പാടില്ലാത്ത സംഭവിക്കുന്ന ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഞാൻ കേൾക്കാനിടയായത്. സ്വന്തം അണ്ണനാൽ ബലാത്സംഗം ചെയ്യപ്പെടുന്നു, വേറൊരു പാസ്റ്ററാൽ ബലാത്സംഗം ചെയ്യപ്പെടുന്ന ഒരു പെൺകുട്ടി. അതിൽ കൂടെ ഈ കുട്ടിക്ക് ചെറിയ മെന്റൽ പ്രോബ്ലം ഉണ്ടായിരിക്കുന്നു. വീട്ടിൽ വെച്ച് ടെറസിൻ്റെ മുകളിൽ ചാടി കയറുകയും കിണറ്റിൻ്റെ പുറത്ത് കയറുകയും വളരെ നീചമായിട്ട് അനുഭവിക്കാൻ പാടില്ലാത്ത ഒരു 10-40 വർഷം ജയിലിൽ കിടന്ന ഒരു പ്രതി അനുഭവിക്കുന്നേക്കാളും അനുഭവിച്ചു കഴിഞ്ഞു. ഇടിയൊക്കെ കൊണ്ടു. ഇവർക്ക് ഇങ്ങനെ ചെറിയ പ്രശ്നം, ഇങ്ങനെ മെന്റലുള്ള ഒരു പ്രോബ്ലം പോലെ തോന്നി. ഞങ്ങൾ ഇവിടെ തന്നെ പേരുകട ഡോക്ടറെ കൊണ്ട് കാണിക്കുകയും അവിടെ നിന്ന് ഡോക്ടർ എല്ലാ കാര്യവും ചോദിച്ചു അങ്ങനെ മനസ്സിലാക്കുകയും ചെയ്തു. ഇത് കല്യാണം കഴിഞ്ഞ് എത്ര ദിവസം കഴിഞ്ഞിട്ടായിരുന്നു ഇത് കല്യാണം കഴിഞ്ഞ് ഒരു 3-4 ദിവസത്തിനെ വെച്ച് തന്നെ അപ്പോൾ തുടങ്ങി പ്രശ്നങ്ങൾ. പക്ഷെ കല്യാണത്തിന്റെ അന്ന് തന്നെ ഈ കുട്ടി കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞു. നിങ്ങൾ ചോദിച്ചു പറഞ്ഞതോ അവരായിട്ട് പറഞ്ഞതോ? ചോദിച്ചു. എന്തെങ്കിലും ജീവിതത്തിൽ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ പറഞ്ഞു. പക്ഷെ എന്നാൽ ആ കുട്ടിയുടെ അണ്ണന്റെ പറ്റി പറയുമ്പോൾ കുട്ടിക്ക് തലവേദനയും വളരെ പ്രയാസം ഉണ്ടാവുകയും ഇടയ്ക്ക് ഇറങ്ങി വീട്ടിനകത്തുനിന്ന് ഓടുകയും കിണറ്റി ചാടാനൊക്കെ ശ്രമിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് പേടിയുണ്ടായി. ഇനി നാളൊരിക്കൽ പറയും ഞങ്ങൾ അടിച്ചു വന്ന് കിണറ്റി വിട്ടെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തെന്ന് പറയാൻ ജനങ്ങൾക്ക് അതേ പറ്റൂ. സംഭവം ഒരു വീടിനകത്ത് നടക്കുന്ന വിഷയം എന്താണെന്ന് അവരെ വീടിനകത്തല്ലേ അറിയാൻ പറ്റൂ. അപ്പം എൻ്റെ വീടിനകത്ത് എനിക്ക് കണ്ടതിടത്തോളം എൻ്റെ കുഞ്ഞമ്മ, അതേപോലെ എനിക്കൊരു കുഞ്ഞമ്മ, മാനസികമായി ഒരു രോഗമുള്ള ഒരു കുഞ്ഞമ്മ എൻ്റെ വീട്ടിലുണ്ട്. ഞങ്ങൾ കല്യാണം കഴിച്ചൊന്നും കൊടുത്തിട്ടില്ല. ആ കുഞ്ഞമ്മയെ ഹെക്സിബ ഇടിക്കുകയൊക്കെ ചെയ്തു. വയലന്റ് ആകുമ്പോൾ അറിഞ്ഞുകൊണ്ട് സന്തോഷമായിട്ട് പൊന്നുപോലെ നോക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. വയ്യാതെ ആകുമ്പോൾ എന്ത് ചെയ്യുമെന്നൊന്നും നമുക്കറിയാൻ പറ്റൂല. അത്രയും പ്രയാസം ഞങ്ങൾ അനുഭവിച്ചു. ഇതിനെക്കുറിച്ചൊന്നും കല്യാണ സമയത്ത് വീട്ടുകാർ ആരും പറഞ്ഞില്ല. അതാണ് ഏറ്റവും കൂടുതൽ അവർ ദുഷ്ടത്തനം ചെയ്തിരിക്കുന്ന ഒരു പോയിന്റ്. സത്യസന്ധമായി ഞങ്ങൾ പറഞ്ഞതാണ്. ആദ്യം ഒരു വിവാഹം കഴിഞ്ഞ് ബന്ധം പിരിഞ്ഞ കാര്യങ്ങൾ വരെ അവളുടെ വീട്ടുകാരും അവളുടെ അമ്മ എന്നിട്ട് എന്ത് പറഞ്ഞെന്നറിയാമോ? ആരോടും പറയണ്ട, വിവാഹം കഴിഞ്ഞൊന്ന് ആരും അറിയരുതെന്ന്. അവര് പറഞ്ഞത് പറയണ്ട, മോനെ ഇരുന്നോട്ടെ, ആ കാര്യം അവിടെ നിൽക്കട്ടെ. ഇത് എൻ്റെ മോടെ ആദ്യത്തെ കല്യാണമായിട്ടിരുന്നത്, അതൊരു കുറ്റമല്ല. നിങ്ങൾ ഇത്രയും സ്ട്രിക്റ്റായിട്ട് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചോദിക്കുന്നതാണെന്നുണ്ടെങ്കിൽ എനിക്കറിയണം. നിങ്ങൾ ഫോൺ ചെയ്തിരിക്കുന്നു, സംസാരിച്ചിരിക്കുന്നു, കല്യാണത്തിനിടയ്ക്ക് എന്തെങ്കിലും നിന്റെ ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ തുറന്ന് പറയുക. ചോദിച്ചിട്ട് ഇവളൊന്നും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരു കാര്യം, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീട്ടുകാർ ഒരാളിനോടും പറയല്ലേ എന്ന് പറഞ്ഞു വെച്ച് കാണും. ഇപ്പം നിങ്ങളോട് കല്യാണം കഴിക്കണ്ട എന്ന് പറഞ്ഞ സ്ഥിതിക്കോ, കല്യാണം കഴിച്ച കാര്യം പറയരുതെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ആ കുട്ടിയോട് ഇതൊന്നും പറയരുത്, ജിനു ഒന്ന് സത്യസന്ധമായിട്ട് പറയും. എന്താണ് ചെയ്യേണ്ടത്? ഇതൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു അപകടങ്ങളല്ലേ ജിനു? ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട്, നമ്മൾ മനസ്സുകൊണ്ട് ഒരു ഭർത്താവിനെയോ അല്ലെങ്കിൽ ഭാര്യയോ വഞ്ചിച്ച് അവളെ വഞ്ചിച്ച് അവളറിയാതെ ഒരു ദുർനടത്തം ചെയ്യുന്നു അല്ലെങ്കിൽ വേറെ ഒരാളുമായിട്ട് ബന്ധം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വഞ്ചനയാണ്. അതൊരു വഞ്ചനയാണ്. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യം അവള് കല്യാണത്തിന്റെ അന്ന് രാത്രി ഭർത്താവിനോട് തുറന്ന് പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ അവള് നല്ലവളാണ്. അതിനകത്ത് പറയാൻ യാതൊരു സംശയവും വേണ്ട. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഒരാണാണ് നിങ്ങൾ. എത്ര പ്രായമുണ്ട് നിങ്ങൾക്ക്? 30 വയസ്സ്. എന്തെല്ലാം സംഭവങ്ങൾ നടന്നിട്ടുണ്ടാവും. അതിനുശേഷം ഞാൻ എന്നിട്ട് വിളിക്കും, എൻ്റെ ദേഹത്ത് ആരും ഇങ്ങനെ തടവിട്ട് പോവാരെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഞാൻ പറയും, അമ്മ എൻ്റെ ദേഹത്ത് ആരോ തടവിട്ട് പോയി, ആരെന്ന് എനിക്ക് അറിഞ്ഞൂടാ അമ്മ,
അമ്മ ഓടി വരി, അമ്മ ഒന്ന് കിടന്ന് വിളിക്കുമോ 4-5 പ്രാവശ്യം.